നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് നോക്കുവിൻ, ഇങ്ങോട്ട് നോക്കൂ. ഞാനിപ്പോൾ മുടിയിൽ തേച്ചിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എന്തെന്നാൽ തേയിലപ്പൊടി ആദ്യം തിളപ്പിക്കുക. എന്നിട്ട് ഒരു ബീട്രൂട്ട് എടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം അതെല്ലാം ഒരു ബൗളിലോട്ടാക്കി, നിങ്ങൾക്ക് നല്ല കറക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യണം. ബൗളിലോട്ടെടുത്ത് അതിനെ അതിൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ അതിൽ കുറച്ച് ചൂടെല്ലാം കാണും. അതിങ്ങനെ അതിലോട്ട് പകർത്തി ആ ഒരു ചൂടില്ലേ, ആ നിമിഷം തന്നെ നമ്മൾ നീലയമരിപ്പൊടി നമ്മൾ എത്രയാണോ എടുക്കണത്, ബീട്രൂട്ട് എത്രയാണോ എടുക്കുന്നത്, അതിൻ്റെ ഒരു 1/4 ഭാഗം നമ്മൾ എന്ത് ചെയ്യണമെന്ന് കേട്ടാൽ നീലയമരിപ്പൊടി എടുക്കണം. എടുത്ത് അത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ല പരുവം വരണം. നല്ല പരുവം വന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന കേട്ടാൽ അന്നേരം ഒരു ചെറിയ ചൂട് കാണും. ആ ചെറിയ ചൂടോടെ നമ്മളെ തലയിൽ ഒരു പൊടി എണ്ണമയം കാണരുത്. നല്ല പറക്കണം. ആ മുടിയിൽ അങ്ങോട്ട് ഓരോ സൈഡ് തോറും തേച്ച് പിടിപ്പിക്കണം. നമ്മൾ നല്ലതുപോലെ പിടിപ്പിച്ച് അതിനെ കെട്ടി വെച്ച് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പം അത് നല്ല ശുദ്ധമായ പച്ചവെള്ളത്തിൽ നിങ്ങൾ കഴുകിക്കളയുക. ഷാമ്പൊന്നും തേക്കരുത്. നിങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയട്ടാ, അതിനെ നല്ല വാരിക്കെട്ടി ഒതുക്കി വെക്കണം. ഒതുക്കി വെച്ച് കഴിഞ്ഞ് നിങ്ങളൊരു കുറച്ച് നേരം കഴിഞ്ഞ് അത് പിരുത്തിടുക. നല്ല സൂപ്പറായിട്ട് കറുത്തിരിക്കണത് കാണാം. പിന്നീട് അതിന് മുന്നിലായിട്ട് നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഞാൻ എന്ത് ചെയ്തെന്ന് പറയട്ടെ, ഇന്നലെ ഞാൻ ഇതേപോലെ ചെയ്ത് നോക്കി. ഞാനും ഒരു അമ്മച്ചി പറയണൊരു വീഡിയോ കണ്ടാണിത് പറഞ്ഞു തരുന്നത്. റിസൾട്ട് ഉണ്ടോ എന്നറിയണ്ടേ. അപ്പോഴാണ് എൻ്റെ മുടിയെല്ലാം നരച്ചതായിരുന്നു. ഞാൻ കണ്ടതും എല്ലാമൊക്കെ പുരട്ടുമായിരുന്നു. കരി പോലെ അതും ഇതുമൊക്കെ ചെയ്ത് എണ്ണയിൽ കലക്കി എൻ്റെ വസ്ത്രങ്ങളിലെല്ലാം ആയി. പക്ഷേ ഇതൊന്നും നമുക്ക് പേടിക്കേണ്ട. ഇന്നലെ ഞാൻ തേച്ച് റിസൾട്ട് കിട്ടി. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ദിവസം നമ്മൾ തുടരെ തേക്കണമെന്ന്. അങ്ങനെ ഞാൻ ഇന്നും തേച്ചിരിക്കുകയാണ്. നാളെ അതിൻ്റെത് പറഞ്ഞു തരാം.